സുഖല്ലേ? ട്രിപ്പ് കഴിഞ്ഞ് വന്നാൽ അധികവും വണ്ടി സർവീസ് ചെയ്യാറാണ് പതിവ്. ഞങ്ങൾ കയ്യിൽ വളരെ കുറവാണ്. പക്ഷെ കാരണം എന്ന് വെച്ചാൽ രാവിലെ വന്ന ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ വണ്ടിയൊക്കെ കയറ്റിയിട്ട് വൈകുന്നേരം ആകുന്നതുകൊണ്ട് ഞങ്ങൾ സർവീസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇത് നമ്മൾ ജിഷ്ണുവേട്ടൻ്റെ സർവീസ് സെൻ്ററാണ് അഞ്ചരക്കണ്ടിയിലുള്ള. അപ്പോൾ ദ്രൗപദിയും ഉണ്ട്, ദക്ഷമോളും ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴുകി അവർ രാവിലത്തെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് കിടന്നുറങ്ങി. വിശന്ന് പണ്ടാരടങ്ങി നിൽക്കുന്ന സമയത്ത് അച്ചു പറഞ്ഞു നമുക്ക് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ആശിക്കും ഞാനും അച്ചുവും കൂടി അവലിസ്തിരി കഴിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ അവിടെ എത്തി 3 നല്ല വലിപ്പത്തിൽ തന്നെ അവലിസ്തിരിയും പറഞ്ഞ് ചെറിയ 2-3 പഴവും വാങ്ങി. അതൊക്കെ കഴിച്ച് നിൽക്കുമ്പോൾ ആശിക്ക് പറഞ്ഞു നമുക്ക് കണ്ണൂർ പോയിട്ട് എയറോൺ വാങ്ങിയാലോ, അപ്പോൾ എല്ലാ പരിപാടിയും ഇന്ന് തന്നെ തീരുമല്ലോ. അതായത് ചുരമൊക്കെ കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് എയറോൺ. അതായത് പളനി, കൊടൈക്കനാൽ ചുരം, അതേപോലെ രാമക്കൽമേട് ചുരമൊക്കെ കയറുമ്പോൾ ഒരു കമ്പത്തിനെല്ലാം കയറുന്ന സമയത്ത് വളരെ ഉപകാരമുള്ള സാധനമാണ്. പിന്നെ സന്തോഷമായി നോക്കിയേക്കണ്ടേ. അങ്ങനെ സാധനമൊക്കെ വാങ്ങി 2 ഫ്രണ്ടിലേക്കുള്ള വൈറ്റ് ലൈറ്റും എയറോണും വാങ്ങി വണ്ടി ലോഡ് ചെയ്ത് വണ്ടി കയറ്റി വെച്ച് ഡോറങ്ങ് അടച്ച് സന്തോഷം. ഇതൊക്കെ കഴിഞ്ഞ് ആശയ്ക്ക് ബില്ല് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ സ്ലീവ് വാങ്ങണം. അങ്ങനെ സ്ലീവ് വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ പോയി സ്ലീവ് വാങ്ങി. അത്യാവശ്യം വലുപ്പത്തിൽ എയർ പൈപ്പ് ഇടാനും അതുപോലെ തന്നെ വയറിങ് ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അങ്ങനെ അവിടെ എത്തി ദ്രൗപദീൻ്റെ എയറോണൊക്കെ കയറ്റി. അപ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരമായി. അങ്ങനെ ഏതായാലും നാളെ വരാമെന്ന് വിചാരിച്ച് വണ്ടി എടുത്ത് ഞങ്ങളെ വിട്ട് നാട്ടിലേക്ക് പോയിട്ട് കിടന്നുറങ്ങുക, പരിപാടി തീർക്കുക. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ചന്ദ്രനെ കാണാൻ പറ്റി. കാരണം കഴിഞ്ഞ 2-3 ട്രിപ്പ് നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഷിബിയേട്ടൊന്നും ആരുമില്ല, മുതലാളി ആയിരുന്നു വണ്ടിയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.